ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്തെന്ന് വെച്ചാൽ ഇതാകണ്ടോ നമ്മുടെ ഈ സ്റ്റോൺ ചെയിൻ. ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെന്നുള്ളവർക്കും അല്ലാത്തവർക്കും അറിയാമായിരിക്കും. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ബ്ലൗസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കും, അതല്ലെങ്കിൽ ബോയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ചെയിനാണ്. കണ്ടോ, ഇത് പല കളറിൽ നമ്മുടെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പല കളറും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഗ്യാപ്പ് കണ്ടോ, ഇവിടുത്തെ ഗ്യാപ്പ് ഇത് ഒരല്പേ ഉള്ളൂ. രണ്ട് സ്റ്റോണുകൾ തമ്മിൽ നല്ല ഗ്യാപ്പുള്ള കുറച്ചുകൂടെ ഗ്യാപ്പുള്ള സ്റ്റോൺ ചെയിനുകൾ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്. സ്റ്റോൺ ചെയിന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്നത് പോലെ തന്നെ അവിടെ വെച്ച് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ, രണ്ട് സ്റ്റോണുകളുടെ ഗ്യാപ്പ് വരുമല്ലോ, അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ആ ഗ്യാപ്പിൻ്റെ സ്ഥാനം എത്തുമ്പോൾ നമ്മൾ വീതി കൂട്ടി കൊടുക്കും. അപ്പം ആ ഗ്യാപ്പിൻ്റെ അവിടെ രണ്ട് സൈഡിലായിട്ട് തുന്നൽ പോകും. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വരും. അടുത്ത സ്റ്റോണിൻ്റെ ഗ്യാപ്പിലേക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വീണ്ടും വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോൺ ചെയിന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യത്തെ സമയത്ത് ചെയ്യുമ്പോഴത്തേക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സൂചി ഒടിഞ്ഞു പോകുമായിരുന്നു, ഇതിൻ്റെ സെൻറ്ററിലൊക്കെ കയറിക്കൊണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെയാണ് ഇതിൻ്റെ എല്ലാം അതായത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റോൺ ചെയിൻ പോലെ തന്നെ ബോൾ ചെയിന്, അങ്ങനെ ബോൾ ചെയിന്, സ്റ്റോൺ ചെയിന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം അതായത് ഇത് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അത് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്താനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചുകൾ പുതിയതായിട്ട് താല്പര്യമുണ്ടെങ്കിലും അങ്ങനെയെല്ലാം എന്ത് ചെയ്യുക, ഇതിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് ഈ സ്റ്റോൺ ചെയിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ നന്നായി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ആദ്യം നമ്മുടെ നീഡിലൊക്കെ ഒടിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വീതി കൂട്ടാൻ നേരത്തെ നമുക്ക് ആദ്യമൊന്നും അത്ര ഇത് വരില്ലല്ലോ, എത്ര വീതി വേണമെന്നൊന്നും. അപ്പോൾ കുറച്ചിങ്ങ് വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീതി കൂട്ടുന്ന ഇടയ്ക്ക് ചിലപ്പം വീതി കൂടിയില്ലെങ്കിൽ ഇതിൻ്റെ കല്ലിൻ്റെയൊക്കെ സെൻറ്ററിൽ കയറി കൊണ്ടിട്ട് ആ സൂചി ഒടിഞ്ഞ് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആദ്യം പയ്യെ നമ്മൾ സ്പീഡ് കൊടുത്ത് ചവിട്ടാതെ നമ്മുടെ ആ ഇതുണ്ടല്ലോ, വീല് കറക്കി ആദ്യം ഫിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ചവിട്ടി ചെയ്താലും വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ഒരെണ്ണം ഫിക്സ് ആക്കുന്നത് നിങ്ങൾ ചവിട്ടുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യുക, വീല് കറക്കി നമ്മുടെ കൈ കൊണ്ട് വീല് കറക്കി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് കൊടുത്ത ശേഷം ബാക്കി സാധാ പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.